നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലേക്കാണ്. അവിടെ കലാശക്കൊട്ടിന്റെ ഭാഗമായി കുതിരപ്പുറത്ത് വോട്ടർമാരെ കണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അൽഫോൺസ ടീച്ചർ ചൂലുമേന്തിയാണ് അൽഫോൺസ ടീച്ചറുടെ പ്രചാരണം. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് കോർപ്പറേഷൻ 62ാം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അൽഫോൺസ മാത്യുവിന്റെ ഈ കൊട്ടിക്കലാശത്തിന് മുന്നോടിയായിട്ടുള്ള നഗരത്തിലൂടെയുള്ള ഒരു ആഘോഷ വരവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുതിരപ്പുറത്താണ് വരുന്നത്. നമുക്കറിയാം, ടീച്ചറുടെ ഈ സമീപകാലത്തെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നതാണ്. കോൺഗ്രസിലായിരുന്നു. സമീപകാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. ടീച്ചർ, എന്താണ് ഇങ്ങനെ ഒരു പ്രചരണം? എന്തുതന്നെയായാലും ഇതൊരു വൻ സംഭവമാണ്. കാരണം 19 വർഷമായിട്ട് ഈ കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിയല്ലേ. ഇതിന്നൊരു മാറ്റം വേണമെങ്കിൽ കുതിരപ്പുറത്തല്ല ആനപ്പുറത്തായാലും കയറണം. എന്നാലേ ജനങ്ങൾക്ക് മാറ്റം വരുള്ളൂ. ജനങ്ങൾക്ക് മാറ്റം വരാതെ ഭരണം ഒരിക്കലും മാറ്റം വരില്ല. അപ്പൊ ജനങ്ങൾക്ക് മാറ്റം വരാൻ ഏത് മാർഗമാണോ സ്വീകരിക്കേണ്ടത് അത് സ്ഥാനാർത്ഥി സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ അതാ ഒരുപാട് ഓട്ടോറിക്ഷകളുടെ അകമ്പടി ഉണ്ട് പുറകില്. ഒരു കൂട്ടം ഓട്ടോറിക്ഷകൾ, ഒപ്പം സ്ഥാനാർത്ഥി ഈ കുതിരപ്പുറത്ത്, പ്രവർത്തകർ ചൂലുമേന്തി ഒപ്പമുണ്ട്. എന്താണ് ഈ ചൂല് ഏന്തി കയ്യിൽ ഒരു ഇങ്ങനെ നടക്കാനുള്ള ഒരു സാധ്യത? കാരണം അഴിമതിയിൽ കുളിച്ചിട്ട് കിടക്കുന്ന കോർപ്പറേഷനാണ്. ലോകം ഇത്രമാത്രം അഴിമതിയുള്ള വേറെ ഉണ്ടാവില്ല. അപ്പൊ ഈ അഴിമതി മുഴുവൻ മാറ്റണമെങ്കിൽ ഏക ലക്ഷ്മിയാണ് ചൂല്. ആ ചൂലും കൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതി തൂത്തുവാരി പുറത്തെറിയാം, എന്നിട്ട് ജനനന്മ ലക്ഷ്യമാക്കിയിട്ട് മുന്നേറാം എന്ന് വിചാരിച്ചിട്ടാണ് ചൂലെടുത്തിരുന്നത്. ഇവിടുത്തെ മുൻ കൗൺസിലർ ആയിരുന്നല്ലോ. അപ്പം എന്താണ് ആ രാഷ്ട്രീയം വിടാനുള്ള സാഹചര്യമൊക്കെ ഇതിനോടൊക്കെ വ്യക്തമാക്കിയതാണ്. അപ്പൊ അന്ന് താങ്കൾ പിന്തുണച്ചിരുന്ന ആളുകൾ ഇത്തവണ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു? അന്ന് പിന്തുണച്ച ആളുകളെല്ലാം ടീച്ചറിനെ നോക്കുന്നത്. അവർക്കെല്ലാം ടീച്ചർ ജനനന്മയ്ക്കേ ചെയ്യുള്ളൂ എന്നറിയാം. അവർ പാർട്ടി ഒരു പ്ലാറ്റ്ഫോം ആണെന്നും ലക്ഷ്യം ജനനന്മയാണെന്നും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും അറിയാം. ഇവരുടെ പ്രചരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ഓട്ടോറിക്ഷകളുടെ അകമ്പടിയിലാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കോഴിക്കോട് നഗരത്തിൽ ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാന നിമിഷങ്ങളാണ്, വോട്ടുറപ്പിക്കാനുള്ള അവസാന നിമിഷങ്ങളാണ്. അത് എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ അത്രയധികം മനോഹരമാക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.